ഇപ്പോൾ മമ്മൂട്ടിയുടെ പിറന്നാൾ ആഘോഷം തൃശ്ശൂരിലെ ചിറ്റിലപ്പള്ളിയിൽ ദ ഗ്രേറ്റ് ഫാദർ എന്ന ഷൂട്ടിംഗ് ലൊക്കേഷനിലാണ് മമ്മൂട്ടി പിറന്നാൾ ആഘോഷിക്കുന്നത്. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. 3.5 പതിറ്റാണ്ട് കാലം മലയാള സിനിമയെ സമ്പന്നമാക്കിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോഴും തുടരുന്ന മമ്മൂട്ടി എന്ന മഹാനടൻ്റെ പിറന്നാൾ ആഘോഷമാണ് ഷൂട്ടിംഗ് ലൊക്കേഷനിൽ പുരോഗമിക്കുന്നത്. സ്വാമി പ്രകാശാനന്ദ അദ്ദേഹത്തിൻ്റെ പിറന്നാൾ ആഘോഷത്തിൽ പങ്കെടുക്കാനായി അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. തത്സമയ ദൃശ്യങ്ങൾ. സ്വാമി ഇവിടെ വരികയാണ് ചെയ്തത്. സ്വാമിക്ക് നമുക്കായ 2-3 വർഷം മുമ്പാണ് സ്വാമി നമുക്കായ നേരിട്ടാണ് വലിയൊരു ആരാധന സിനിമയിലെ ചക്രവർത്തി രണ്ട് മൂന്ന് വർഷം മുമ്പാണ് നമ്മുടെ സ്വാമി മമ്മൂക്കായെ കാണുവാനിടയായത്. അന്ന് മുതൽ സ്വാമിക്ക് മമ്മൂക്കായുടെ വലിയ ആരാധനയാണ്. അന്ന് കണ്ടപ്പോൾ എടുത്ത ഫോട്ടോ സ്വാമിയുടെ കിടപ്പുമുറിയിൽ വളരെ മനോഹരമായിട്ട് ഫ്രെയിം ചെയ്ത് സൂക്ഷിക്കുകയും സ്വാമിയെ കാണാൻ ചെല്ലുന്ന എല്ലാ ഭക്തരെയും അത് കാണിക്കുകയും ചെയ്യുന്നു. അത്രയേറെ ബഹുമാനത്തോടു കൂടിയാണ് സ്വാമി നമ്മുടെ താരചക്രവർത്തിയായ മമ്മൂക്കായെ കാണുകയും മമ്മൂക്കായെക്കുറിച്ച് സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നത്. അതനുസരിച്ചാണ് അദ്ദേഹത്തിൻ്റെ കണ്ടതിന് ശേഷം ഏത് സമയത്ത് എന്നെ കാണുമ്പോഴും വിളിക്കുമ്പോഴും സ്വാമി മമ്മൂക്കായുടെ ക്ഷേമം അന്വേഷിക്കാറുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ശാന്തിഗിരി ആശ്രമത്തിലെ പരിപാടിയിൽ വെച്ചാണ് മമ്മൂക്കായുടെ ജന്മദിനം ഇന്നാണെന്ന് സ്വാമി മനസ്സിലാക്കുന്നത്. അന്ന് വൈകിട്ട് തന്നെ സ്വാമി എന്നെ വിളിച്ചു. കേരളത്തിൽ എവിടെയുണ്ടെങ്കിലും എനിക്ക് മമ്മൂക്കായെ പോയി കാണണം, അദ്ദേഹത്തെ വിഷ് ചെയ്യണം, അദ്ദേഹത്തിന് നന്മകൾ നേരണം എന്ന് ആവശ്യപ്പെടുകയുണ്ടായി. അതനുസരിച്ചാണ് ഇന്ന് ഇവിടെ സ്വാമി ഈ ഉച്ചയ്ക്ക് രാവിലെ വർക്കലയിൽ നിന്നിറങ്ങി ഇന്ന് ദീർഘദൂരം യാത്ര ചെയ്ത് ഇവിടെ വരുവാനായിട്ട് ഇടയായത്. നമുക്കായി ആദരിക്കുവാൻ വേണ്ടി അദ്ദേഹം പുഷ്പങ്ങളുമൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. മാത്രവുമല്ല ഇവിടെയുള്ള ആളുകൾക്കെല്ലാം കൊടുക്കുവാനായിട്ട് അദ്ദേഹം അവിടെ നിന്ന് പായസവുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതെല്ലാവർക്കും കൊടുക്കണം, ഇത്രയും വലിയൊരു സന്തോഷത്തിൻ്റെ അവസരമില്ല എന്ന് എന്നോട് പറയുകയുണ്ടായി. ആ നിലയിലാണ് ഈ ദീർഘദൂര യാത്ര ചെയ്ത് ഈ ക്ഷീണിതനായ 93 വയസ്സായ നമ്മുടെ ഏറ്റവും ആരാധ്യനായ പ്രകാശാനന്ദ സ്വാമി അവറുകൾ ഇന്നിവിടെ എത്തി മമ്മൂക്കായെ ആദരിക്കുകയും ജന്മദിനാശംസകൾ നേരുകയും ചെയ്തിരിക്കുന്നത്. ബാക്കി കാര്യങ്ങളൊക്കെയും സ്വാമി പറയുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്തെങ്കിലും പോരായ്മ, സ്വാമിക്ക് ഇച്ചിരി ഓർമ്മയുടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, എന്തെങ്കിലും പോരായ്മ വരുവാണെങ്കിൽ അത് ഞാൻ നികത്തി തരാമെന്ന് സമ്മതിക്കുന്നു. കേക്ക് മുറിക്കാൻ സമയം
പ്രിയപ്പെട്ടവരെ, വൃക്ക മാറ്റിവയ്ക്കലിലൂടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ കഴിയുന്ന ഒരുപിടി ആളുകളുണ്ട്. കുടുംബാംഗങ്ങൾ വൃക്കദാനം ചെയ്യാൻ തയ്യാറാണ്. സാമ്പത്തികം മാത്രമാണ് തടസ്സം. അവരെ മമ്മൂട്ടി സഹായിക്കണം. ഇത് ആവശ്യപ്പെടാൻ കൂടിയാണ് ഞാൻ ഇത്രയും ദൂരം സഞ്ചരിച്ച് ഇവിടെ വന്നത്. എത്രയോ ആയിരക്കണക്കിന് ആളുകളെ മമ്മൂട്ടി സഹായിക്കുന്നു. ഇവരെ കൂടി പരിഗണിക്കണം. ഞാൻ കെയർ ആൻഡ് ഷെയർ എന്ന് പറയുന്ന ഒരു ജീവകാരുണ്യ പ്രവർത്തനം നടത്തുന്ന ഒരു സംഘടനയുടെ ഒരു പ്രവർത്തകനാണ്. അതിൻ്റെ ചെയർമാനായിട്ട് ഇരിക്കുന്ന അദ്ദേഹം. ഞങ്ങൾ കഴിഞ്ഞ 2-3 വർഷം മുമ്പ് കാഞ്ഞിരപ്പള്ളി വെച്ചൊരു പരിപാടി വാർഷികം നടത്തിയപ്പോൾ അന്ന് സ്വാമി പ്രകാശാനന്ദ ഞങ്ങളുടെ അടുത്ത് വന്നിരുന്നു. ഞങ്ങളുമായിട്ട് സഹകരിച്ചു. ഒരുപാട് നേരം ഞങ്ങളെ ആ പരിപാടിയിൽ പങ്കെടുക്കുകയും അതിനുശേഷമാണ് ഞങ്ങൾക്ക് അദ്ദേഹവുമായിട്ടുള്ളൊരു സൗഹൃദം ആരംഭിക്കുകയും ചെയ്തത്. ഇത്രയും ദൂരം അദ്ദേഹം സഞ്ചരിച്ചിന്ന് ഇവിടെ എത്തിയിരിക്കുന്നത് ഇന്നിപ്പോൾ എൻ്റെ ജന്മദിനമായതുകൊണ്ടും ജന്മദിനാശംസകൾ അറിയിക്കാൻ മാത്രമല്ല, അദ്ദേഹം നമ്മളിങ്ങനെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ കിഡ്നി മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ നടത്താനുള്ള സഹായങ്ങൾ കൂടെ ഞങ്ങളുടെ കെയർ ആൻഡ് ഷെയറിൽ കൂടി ചെയ്യാൻ പറ്റുമോ അല്ലെ ചെയ്യണം എന്ന് ഞങ്ങളോട് അഭ്യർത്ഥിക്കാൻ കൂടിയാണ് അദ്ദേഹം വന്നത്. അദ്ദേഹം പറഞ്ഞ പ്രകാരം നമുക്ക് ചെയ്തു കൊടുക്കില്ലേ. കിഡ്നി മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ, അതായത് കുടുംബാംഗങ്ങൾ കിഡ്നി കൊടുക്കാൻ തയ്യാറാണെങ്കിലും അതിന് ശസ്ത്രക്രിയക്കുള്ള ചിലവുകൾ വഹിക്കാൻ വയ്യാത്ത ഒരുപാട് കുടുംബാംഗങ്ങൾ, ഒരുപാട് ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. അവർക്ക് ആ ശസ്ത്രക്രിയ സൗജന്യമായി നൽകാനുള്ള ഒരു പ്രോജക്റ്റ് ഞങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം അത്
അനൗൺസ് ചെയ്യാറായിട്ടുണ്ട്. 1-2 ആശുപത്രികളുമായിട്ട് കൂടെ സംസാരിച്ച് കഴിഞ്ഞാൽ അതിന് തീരുമാനമാകും. തീർച്ചയായും സ്വാമിയുടെ അഭ്യർത്ഥന ഞങ്ങൾ സ്വീകരിച്ചിരിക്കുകയാണ്. അത് ഉടനടി അധികം താമസിയാതെ ഒരു മാസത്തിനുള്ളിൽ ആദ്യത്തെ ഓപ്പറേഷൻ നടത്താൻ സാധിക്കുമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. അത് കഴിഞ്ഞാൽ ആ പ്രോജക്റ്റ് ലോഞ്ച് ചെയ്യുകയും കുറഞ്ഞത് 100 പേർക്കെങ്കിലും ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ സാധിക്കുമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. അതിന് ഒരുപാട് ആളുകൾ ഞങ്ങളെ സഹായിക്കുന്നുണ്ട്. ഞങ്ങൾ മാത്രമല്ല, ഞങ്ങളതിനൊരു എഫർട്ട് എടുക്കുന്നത് മാത്രമേ ഉള്ളൂ, ഞങ്ങളതിന് പ്രയത്നം ചെയ്യുന്നു എന്നുള്ളത് അല്ലാതെ ഒരുപാട് സുമനസ്സുകൾ ഞങ്ങളെ സഹായിക്കുന്നുണ്ട്. ഒരുപാട് നല്ല കേരളത്തിലെ പ്രധാനപ്പെട്ട സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളും ഞങ്ങളുടെ കൂടെ ഉണ്ട്. അതുപോലെ സ്വാമിയെ പോലുള്ള ആളുകളുടെ ആഗ്രഹങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ സാധിച്ചു കൊടുക്കുന്നതാണ്. ഏതായാലും സ്വാമിയുടെ വന്നതിനും ഇങ്ങനൊരു ആവശ്യം പറഞ്ഞത് മാത്രമല്ല, ഇന്നത്തെ ഒരു ജന്മദിന ആഘോഷം, ഞാനൊട്ടും ആഘോഷങ്ങൾ വലിയ കാര്യമാക്കുന്ന ആളല്ല, എന്നാലും നിങ്ങളെല്ലാവരും ഇവിടെ ഉള്ള സ്ഥിതിക്ക് അങ്ങനെ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. നമസ്കാരം. സ്വാമി ഇവിടെ ഒരാൾക്കല്ല, ഒരു 100-150 ആൾക്കാർക്ക് പായസം കൊണ്ടുവന്നിട്ടുണ്ട്. അതുമൊക്കെ കുടിച്ചിട്ടേ പോകാവുള്ളൂ. എനിക്കിപ്പോൾ ഒരു പായസം തരാനുള്ള ഓർമ്മ വന്നില്ല, അത്രേ ഉള്ളൂ. അപ്പോൾ സ്വാമി കൊണ്ടുവന്നിട്ടുണ്ട്, അപ്പോൾ അത് കുടിച്ചിട്ടേ എല്ലാവരും പോകാവുള്ളൂ. നടൻ മമ്മൂട്ടിയുടെ പിറന്നാൾ ആഘോഷം തൃശ്ശൂർ ചിറ്റിലപ്പള്ളിയിലെ ദ ഗ്രേറ്റ് ഫാദർ എന്ന ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നടക്കുകയാണ്. മമ്മൂട്ടിക്ക് പിറന്നാൾ ആശംസകൾ നേരാനായി സ്വാമി പ്രകാശാനന്ദ എത്തി മധുരം വിളമ്പുകയാണ് ഇപ്പോൾ. ഒപ്പം മമ്മൂട്ടിയുടെ നേതൃത്വത്തിലുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ സംബന്ധിച്ചുള്ള അടുത്ത പദ്ധതിയുടെ കാര്യവും പിറന്നാൾ സന്ദേശം എന്ന നിലയിൽ മമ്മൂട്ടി വെളിപ്പെടുത്തുകയും ചെയ്തു. തത്സമയ ദൃശ്യങ്ങൾ. മമ്മൂട്ടിയുടെ പിറന്നാളിന് ആശംസകൾ നേരാനെത്തിയ സ്വാമി പ്രകാശാനന്ദ മധുരം വിളമ്പുകയാണ്. ലൊക്കേഷൻ സൈറ്റിൽ പായസവുമായി, വർക്കലയിൽ നിന്നും പായസവുമായാണ് അദ്ദേഹം അവിടെ തൃശ്ശൂരിൽ എത്തിയത്. തൃശ്ശൂർ ചിറ്റിലപ്പള്ളിയിലെ തൃശ്ശൂർ ചിറ്റിലപ്പള്ളി ദ ഗ്രേറ്റ് ഫാദർ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ മമ്മൂട്ടിക്ക് പിറന്നാൾ ആശംസയുമായി ശിവഗിരി മഠാധിപതി സ്വാമി പ്രകാശാനന്ദ. ഇതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്.